ഹലോ ഫ്രണ്ട്സ്, പാസീവ് വോയിസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഇതിനു മുമ്പ് നാം 2 അധ്യായങ്ങളിലായിട്ട് എന്താണ് പാസീവ് വോയിസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ പാസീവ് വോയിസിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ PSC പരീക്ഷകളിൽ അതുപോലെ സ്കൂൾ നിലവാരത്തിലുള്ള ചോദ്യങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ പാസീവ് വോയിസുകൾ അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും ഒരു ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകളിൽ അല്ലെങ്കിൽ +2 ലെവലിലുള്ള ഗ്രാമറിലൊക്കെ ചോദ്യങ്ങളുടെ പാസീവ് വോയിസ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ അല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാസീവ് വോയിസിൻ്റെ മുൻപത്തെ 2 വീഡിയോകളും കണ്ടതിനു ശേഷം മാത്രമേ, ആദ്യത്തെ 2 വീഡിയോകളും പഠിച്ചതിനു ശേഷം മാത്രമേ മൂന്നാമത്തെ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ എന്നാണ് ആദ്യമേ പറയാനുള്ളത്. എന്താണ് പാസീവ് വോയിസ് എന്നുള്ളതിൻ്റെ 95% അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ച് മാത്രമേ ഈ ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോകളും നന്നായി പഠിക്കുക. അതിനുശേഷം മാത്രം എങ്ങനെ ക്വസ്റ്റ്യൻസിനെ പാസീവ് വോയിസ് ആക്കാം എന്നുള്ളത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ അധ്യായം നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് WH ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാമെന്ന് നോക്കാം. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. വാട്ട്, വെയർ, വെൻ, വൈ, ഹു, ഹൗ, വിച്ച് തുടങ്ങിയ WH വാക്കുകളിൽ നിന്ന് ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസിനെ പാസീവ് വോയിസിലാക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പാസീവ് വോയിസ് ഓഫ് WH ക്വസ്റ്റ്യൻസ്. ഇവിടെ ഉദാഹരണമായിട്ടൊരു സെന്റൻസ് എടുത്തിരിക്കുകയാണ്. When does he close the door? അവൻ എപ്പോഴാണ് വാതിൽ അടയ്ക്കാറുള്ളത്? When does he close the door? ഈ വാചകത്തെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ when is the door closed by him എന്നാണ് വരിക. When is the door closed by him? അപ്പോൾ when does he close the door എന്ന വാചകത്തിന്റെ പാസീവ് വോയിസ് when is the door closed by him എന്നാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. വെൻ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. 2 ഡസ് ഓക്സിലറി വെർബ് വന്നിരിക്കുന്നു. 3 സബ്ജക്റ്റ്. 4 വെർബ് V1 എന്ന് എഴുതിയിരിക്കുന്നു. കാരണം V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നത് V1 വെർബിന്റെ ബേസിക് ആയിട്ടുള്ള ഫോമാണ്. അതുപോലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ദ ഡോർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് വോയിസിലുള്ള ഒരു ചോദ്യത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. എന്നാൽ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് വെൻ ആണ്. വെൻ ക്വസ്റ്റ്യൻ വേർഡാണ് വെൻ എന്ന് പറയുന്നത്. അതുപോലെ ഈസ് ഓക്സിലറി വെർബാണ്. ഇവിടെ അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പ്ലസ് ഓക്സിലറി വെർബ്. ഇവിടെ മാറ്റമൊന്നുമില്ല. പക്ഷേ ഓക്സിലറി മാറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഡു ഡസ് എന്ന് പറയുന്ന ഓക്സിലറി ഈസ് ആം ആർ എന്ന് പറയുന്ന ഓക്സിലറി രൂപത്തിലേക്ക് മാറും. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ ആദ്യത്തെ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 വീഡിയോയും പഠിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഈ സംഗതികൾ മനസ്സിലാവുകയില്ല എന്നുള്ളത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഡസ് ഇസ് ആയത് എന്നുള്ളത് മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പോൾ എന്തായാലും ഇസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് പിന്നെ ഓക്സിലറി തന്നെയാണ് വരുന്നത്. അടുത്ത പൊസിഷൻ ശ്രദ്ധിക്കുക. ദ ഡോർ. ഇവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഡോർ ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. സബ്ജക്റ്റ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് പിന്നെ ഒബ്ജക്റ്റ് ആയിരുന്നു, ഇവിടെ ഒബ്ജക്റ്റ് പിന്നെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ റിപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് V3. സ്വാഭാവികമായും വെർബിന്റെ V3 രൂപമാണ് പാസീവ് വോയിസുകളിൽ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ V1, ഇവിടെ V3. അത് കഴിഞ്ഞൊരു ബൈ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. പാസീവ് വോയിസുകളെല്ലാം ബൈ ഉണ്ടാവാറുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ബൈ വന്നിട്ടുണ്ട്, V3 ഉപയോഗിച്ചിരിക്കുന്നു, അതുപോലെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു. അവസാനമായിട്ട് സബ്ജക്റ്റിന് ചെറിയ വേരിയേഷൻ വരും. നമുക്കറിയാം പാസീവ് വോയിസിൽ ഹി എന്നുള്ളത് ഹിം ആവുമെന്നറിയാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ്
ക്വസ്റ്റ്യൻസ് WH ക്വസ്റ്റ്യൻസിൻ്റെ പാസീവ് വോയിസിൻ്റെ ഫോം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പ്ലസ് ഓക്സിലറി പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനുകൾ തമ്മിലുള്ള മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കി വെക്കുക. ഇത്ര മാത്രമേ യഥാർത്ഥത്തിൽ WH ക്വസ്റ്റ്യൻസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോഴുള്ള മാറ്റമുള്ളൂ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ചോദ്യങ്ങളുടെ സാധാരണ ആക്റ്റീവ് വോയിസിലുള്ള ചോദ്യങ്ങളുടെ സ്ട്രക്ചറാണ്. ഇത് പാസീവ് വോയിസിലേക്ക് മാറുമ്പോഴുള്ള സ്ട്രക്ചർ. ഇവിടെ 3 ഉദാഹരണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വൈ ഡിഡ് യുവർ ബ്രദർ റൈറ്റ് സച്ച് എ ലെറ്റർ? എന്തുകൊണ്ടാണ് നിന്റെ ബ്രദർ അങ്ങനെ ഒരു കത്തെഴുതിയത്? വൈ ക്വസ്റ്റ്യൻ വേർഡ്, ഡിഡ് ഓക്സിലറി, യുവർ ബ്രദർ നിന്റെ സഹോദരൻ, അതാണ് ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. റൈറ്റ് വെർബിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നു. സച്ച് എ ലെറ്റർ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയാം. വൈ ക്വസ്റ്റ്യൻ വേർഡാണ്. വാസ് അതിന് ആനുപാതികമായിട്ടുള്ള മാറ്റം ഈ ഓക്സിലറിക്ക് വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഓക്സിലറി വെർബ് എഴുതിയിരിക്കുന്നു. സച്ച് എ ലെറ്റർ യഥാർത്ഥത്തിൽ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്, ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്നു. അടുത്തത് റിട്ടൺ എന്ന് പറയുന്ന വാക്ക് റൈറ്റിൻ്റെ V3 രൂപമാണ്. റിട്ടൺ ഇവിടെ റൈറ്റ് എന്നുള്ളത് ഇവിടെ റിട്ടൺ ആയിരിക്കുന്നു. ബൈ എന്ന് പറയുന്ന വാക്ക് ആഡ് ചെയ്തിരിക്കുന്നു. യോർ ബ്രദർ നേരത്തെ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ അത് സബ്ജക്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ സബ്ജക്റ്റിനെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നു, യോർ ബ്രദർ. അപ്പോൾ ഇതാണ്, കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും. വാട്ട് ക്വസ്റ്റ്യൻസ് ഡിഡ് ദ എക്സാമിനർ സെറ്റ്? മറ്റൊരു ഉദാഹരണം, വാട്ട് ക്വസ്റ്റ്യൻസ് ഡിഡ് ദ എക്സാമിനർ സെറ്റ്? ഇത് ഈ ചോദ്യ രൂപത്തിലാണുള്ളത്. ആക്റ്റീവ് വോയിസ് ആണ്. അതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഈ പറഞ്ഞ ഫോർമാറ്റ് പോലെ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വാട്ട് ക്വസ്റ്റ്യൻസ് എന്നതാണ് ഇവിടെ ചോദ്യം. യഥാർത്ഥത്തിൽ വെറും വാട്ടല്ല, വാട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇവിടെ വാട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ചോദ്യ വാക്ക്, വാട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഇതാ ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എഴുതിയിരിക്കുന്നു. വെർബിൻ്റെ V3 ബൈ ദ എക്സാമിനർ, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ദ എക്സാമിനർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള ചോദ്യങ്ങൾ, അത്രയാണ് ചോദ്യവാക്ക്. വെറും വാട്ടല്ല, വാട്ടിൻ്റെ കൂടെ ഇതുകൂടെ ചോദ്യ വാക്കായിട്ട് നമുക്ക് കരുതാം. അടുത്ത ഉദാഹരണം, വേർ ഡസ് ഷി ടീച്ച് ഇംഗ്ലീഷ് എവറി ഡേ? സ്വാഭാവികമായും അതിന് വരുന്ന മാറ്റം, വേർ ഈസ് ഇംഗ്ലീഷ് ടോട്ട് ബൈ ഹെർ എവറി ഡേ. ഈ ഫോർമാറ്റിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, അതുപോലെ സബ്ജക്റ്റ് ഒബ്ജക്റ്റും ചേഞ്ച് ചെയ്തിരിക്കുന്നു. വെർബിൻ്റെ V3 രൂപം ബൈ ചേർത്തിരിക്കുന്നു. ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഹെറാണ് വന്നിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രയോഗം എവറി ഡേ, എല്ലാ ദിവസവും എന്ന വാക്കുകൂടി ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് പാസീവ് വോയിസസ് ഓഫ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം WH വാക്കുകൾ ഒന്നാണ് ഹു. WH ക്വസ്റ്റ്യൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം, WH വാക്കാണ് ഹു എങ്കിൽ കൂടിയും ഹു എന്ന് പറയുന്ന വാക്ക് സെൻറ്റൻസിനകത്ത് വരുമ്പോൾ പാസീവ് വോയിസിനകത്ത് ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു മാറ്റമുണ്ട്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹു ടോട്ട് യു ഇംഗ്ലീഷ്, ഉദാഹരണമായിട്ട് ഈ സെൻറ്റൻസ് എടുക്കുക, ഹു ടോട്ട് യു ഇംഗ്ലീഷ്. ഇതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് ബൈ ഹൂം were you taught ഇംഗ്ലീഷ് എന്നാണ്. അപ്പോൾ ഹു എന്ന വാക്ക് ബൈ ഹൂം എന്ന പാസീവ് വോയിസിലേക്ക് മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് നമ്മൾ സെൻറ്റൻസിൻ്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൈ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ ആദ്യത്തിൽ വരും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹു എന്നത് ബൈ ഹൂം ആകും എന്നുള്ളത് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം. ഹു ടോട്ട് യു ഇംഗ്ലീഷ്, ബൈ ഹൂം were you taught ഇംഗ്ലീഷ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് യു വന്നിരിക്കുന്നു. ടോട്ട്, അതുപോലെ വെർബിൻ്റെ ടീച്ച് എന്ന് പറയുന്ന വാക്കിൻ്റെ V3 രൂപമാണ് ടോട്ട് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ടോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന V2 രൂപമാണ്. ടീച്ച്, ടോട്ട് എന്നാണ്. ഈ V2 രൂപം ഇവിടെ പാസീവ് വോയിസിലേക്ക് വന്നപ്പോൾ V3 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ വരേണ്ട ബൈ എന്ന് പറയുന്ന വാക്ക് അത് ക്വസ്റ്റ്യൻ വേർഡിൻ്റെ മുമ്പോട്ട് വന്നു എന്നുള്ള ഒരു മാറ്റം മാത്രമാണ്, ഒരു ചേഞ്ച് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഹൂ എന്ന് പറയുന്ന ഈ വാക്കുള്ള ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസുകൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബൈ ഹൂം എന്നാകും എന്നുള്ള പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഈ സെൻറ്റൻസിനെ നമുക്ക് മാറ്റാം. ഹൂ വോൺ ദ വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെൻറ്റ്. ഇതൊരൊറ്റ വാക്കായിട്ട് കരുതാം, ദ വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെൻറ്റ്. അപ്പോൾ ഇത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു സംഗതിയാണ്, ദ വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെൻറ്റ്. എങ്ങനെ ഈ സെൻറ്റൻസിനെ മാറ്റാമെന്ന് നോക്കാം. ബൈ ഹൂം വാസ് ദ വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെൻറ്റ് വോൺ. ദ വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെൻറ്റ് എന്ന് പറയുന്ന ഇതാണ്, ഈ വാക്കാണ് ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തുള്ളത്. അപ്പോൾ ബൈ ഹൂം, ഹൂ എന്നത് ബൈ ഹൂം എന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ഓക്സിലറി വെർബ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നു. വോൺ നാം അതിൻ്റെ V3 രൂപമായിട്ടുള്ള വിൻ എന്ന് പറയുന്നതിൻ്റെ V3 രൂപമാണ് വോൺ എന്ന് പറയുന്നത്. ഇവിടെ V2 രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ V3 രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ V3 രൂപമാണ് വോൺ, V2 രൂപവും വോൺ തന്നെയാണ്. അപ്പോൾ ഹു വോൺ ദ വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെൻറ്റ് എന്നുള്ളതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് മാറുക. ബൈ ഹൂം വാസ് ദ വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെൻറ്റ് വോൺ. ഇപ്പോൾ ഹൂ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ആരംഭിക്കുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള മാറ്റം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു പോയിന്റ്, വിൽ, ക്യാൻ പോലുള്ള വാക്കുകൾ വരുമ്പോൾ വരുന്ന ഒരു ചെറിയ മാറ്റമുണ്ട്. വെൻ വിൽ യു ഫിനിഷ് ഇറ്റ് എന്ന് പറയുന്ന ഈ ചോദ്യത്തിന് പാസീവ് വോയിസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെൻ വിൽ ഇറ്റ് ബി ഫിനിഷ്ഡ് ബൈ യു. ഇവിടെ ഒരു ബി അധികം വന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന വാക്ക് അധികം വന്നിട്ടുണ്ട്. അതുപോലെ വിൽ എന്ന് പറയുന്നതിന് ടെൻസിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് വിൽ എന്ന് പറയുന്ന വാക്കും ക്യാൻ എന്ന് പറയുന്ന വാക്കും വന്നാലുള്ള പ്രത്യേകത എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ഒരു ബി അധികമായിട്ട് വരും, ബി. അതുപോലെ വില്ല്, അതിന് ടെൻസിനകത്ത് മാറ്റമൊന്നും സംഭവിക്കില്ല. വെൻ വിൽ യു ഫിനിഷ് ഇറ്റ്, വെൻ വിൽ ഇറ്റ് ബി ഫിനിഷ്ഡ് ബൈ യു. അതായത് ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിരിക്കുന്ന സംഗതിയെ നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വെക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വെൻ, ഓക്സിലറി വെർബ് വിൽ, സബ്ജക്റ്റായിട്ട് അവിടുത്തെ ഒബ്ജക്റ്റ്, ചോദ്യത്തിലെ ഒബ്ജക്റ്റ് വരും. അതിനിടയിലൊരു ബി വരും, അതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഫിനിഷ്ഡ് വെർബിൻ്റെ V3 രൂപം ബൈ എഴുതിയിരിക്കുന്നു, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നൊരു വാക്കെന്ന് പറയുന്നത് ബി ആണ്, പ്ലസ് ഓക്സിലറിയുടെ ടെൻസ് മാറുന്നുമില്ല. ഇത് രണ്ടുമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം, ഓക്സിലറിയുടെ ടെൻസ് മാറില്ല, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു അഡീഷണൽ വേർഡ് വരും. എപ്പോൾ വിൽ, ക്യാൻ പോലെയുള്ള ഓക്സിലറി വെർബുകളുള്ള, അതായത് ഫ്യൂച്ചറിനെ ധ്വനിപ്പിക്കുന്ന, ഫ്യൂച്ചറിനെ അതായത് ഭാവി കാലത്തെ ധ്വനിപ്പിക്കുന്ന സെൻറ്റൻസുകളെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴാണ് ഈ സംഗതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റം സംഭവിക്കുന്നത് എന്നതാണ് ഓർക്കേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസിനെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. വെൻ വിൽ ദേ അനൗൺസ് ദ റിസൾട്ട്സ്, വെൻ വിൽ ദേ അനൗൺസ് ദ റിസൾട്ട്സ്, വെൻ വിൽ ദ റിസൾട്ട്സ്, ദ റിസൾട്ട്സ്, ഇവിടെ ദ റിസൾട്ട്സ് ആണ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിരിക്കുന്നത്, ഇവിടെ അതിന് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. വെൻ വിൽ ദ റിസൾട്ട്സ് ബി അനൗൺസ്ഡ് ബൈ ദം. അപ്പോൾ ബി ഇവിടെ വന്നിരിക്കുന്നു, വില്ലിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ക്യാൻ ഉപയോഗിച്ചുള്ള ഒരു സെൻറ്റൻസ് തന്നിരിക്കുന്നു. ഹൗ ക്യാൻ യു ഹെൽപ്പ് ഹിം, ഹൗ ക്യാൻ ഹി ബി ഹെൽപ്പഡ് ബൈ യു, ബി ഹെൽപ്പഡ് ബൈ യു, ഹൗ ക്യാൻ ഹി ബി ഹെൽപ്പഡ് ബൈ യു. ഇപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻ അല്ലാത്ത തരം ചോദ്യങ്ങൾ എങ്ങനെ മാറ്റാമെന്നുള്ളത് നോക്കാം. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ് അല്ലെങ്കിൽ ക്യാൻ, വില്ല് എന്ന് തുടങ്ങിയിട്ടുള്ള ഓക്സിലറി വെർബുകളിൽ നിന്ന് ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങളെ പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ഉദാഹരണമായിട്ട് ഡു ദ കാറ്റ്സ് അറ്റാക്ക് ദ സ്നേക്സ്, ഡു ദ കാറ്റ്സ് അറ്റാക്ക് ദ സ്നേക്സ്, പൂച്ചകൾ പാമ്പുകളെ ആക്രമിക്കുമോ എന്നതാണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ആർ ദ സ്നേക്സ് അറ്റാക്ഡ് ബൈ ദ കാറ്റ്സ്, ഓക്സിലറി വെർബ് എഴുതിയിരിക്കുന്നു, ഇതിന് ആനുപാതികമായിട്ടുള്ള ഓക്സിലറിയാണ്. ദ സ്നേക്സ് ആർ
ഒരുപാട് സ്നേക്സിലുണ്ട് 6 ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിനകത്തുള്ള ഓക്സിലറിയാണ്, ഇവിടെ അത് കണ്ടിന്യൂസ് ഓക്സിലറിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ സ്നേക്സ് അറ്റാക്ഡ് ബൈ ദ ക്യാറ്റ്സ്. ഓക്സിലറി എഴുതിയിരിക്കുന്നു, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് മാറ്റി എഴുതിയിരിക്കുന്നു, അറ്റാക്ഡ് അതായത് വെർബിൻ്റെ V3 എഴുതിയിരിക്കുന്നു, ബൈ ചേർത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഓക്സിലറി പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എസ് ആണ്. അതായത് ഒബ്ജക്റ്റ് എന്നിവിടെ പറയുമ്പോൾ ഓർക്കണം, സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ മാറ്റി എഴുതിയതാണ്. ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിരിക്കുന്നത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്: എ പ്ലസ് ഒ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എസ്. അപ്പോൾ അടുത്ത ചോദ്യം, ഡിഡ് ഹി ഒബേ ദ ടീച്ചർ? ഡിഡ് ഹി ഒബേ ദ ടീച്ചർ? വാസ് ദ ടീച്ചർ ഒബേഡ് ബൈ ഹിം? വാസ് എ ടീച്ചർ ഒബേഡ് ബൈ ഹിം? അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് ഈ ആൻസർ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ഉദാഹരണം, ഹാവ് യു സീൻ എ ടൈഗർ? ഹാസ് എ ടൈഗർ ബീൻ സീൻ ബൈ യു? ബീൻ സീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഈ ബീനൊക്കെ വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോ കാണുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ലെസൺസ് കാണാത്ത ഒരാളെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ആർ യു റൈറ്റിംഗ് എ ലെറ്റർ? ഈസ് എ ലെറ്റർ ബീങ് റിട്ടൺ ബൈ യു? ഈസ് എ ലെറ്റർ ബീങ് റിട്ടൺ ബൈ യു? ഇവിടെ ചോദ്യം കണ്ടിന്യൂസ് ടെൻസിലുള്ള ചോദ്യമായതുകൊണ്ടാണ് ബീയിങ് ഒക്കെ വന്നിരിക്കുന്നത്. വിൽ ദ ഗവൺമെൻറ് ബിൽഡ് എ ബ്രിഡ്ജ്? വിൽ എ ബ്രിഡ്ജ് ബി ബിൽഡ് ബൈ ദ ഗവൺമെൻറ്? ഇവിടെ വില്ല് വന്നതുകൊണ്ടാണ് ഇവിടെ ബി വന്നിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ബി വരുന്നത് എന്നുള്ളത്. അപ്പോൾ വിൽ ദ ഗവൺമെൻറ് ബിൽഡ് എ ബ്രിഡ്ജ്? വിൽ എ ബ്രിഡ്ജ് ബി ബിൽഡ് ബൈ ദ ഗവൺമെൻറ്? വില്ലിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ക്യാൻ ഹി സ്പീക്ക് ഫ്രഞ്ച്? ക്യാൻ ഫ്രഞ്ച് ബി സ്പോക്കൺ ബൈ ഹിം? ഇവിടെ ബി വന്നിരിക്കുന്നു, അതുപോലെ ക്യാൻ എന്ന വാക്കിന് ചേഞ്ചുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്നുള്ളത് കൂടി നമ്മൾ പഠിച്ചിരിക്കുന്നു. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അതുപോലെ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3 വെർബിൻ്റെ മൂന്നാമത്തെ രൂപം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഈ അധ്യായത്തോട് കൂടിയിട്ട് പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് എന്നുള്ളത് എന്താണെന്ന് വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 3 അധ്യായങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സംശയങ്ങളും ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദയവായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യക്കാരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സി യു.